ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി. 2026 മാർച്ച് 3-ാം തീയതി കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുവരുന്ന ദിവസം ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ പൊതുവിതരണ വകുപ്പിലെ ജീവനക്കാർ പബ്ലിക് ഓഫീസ് അങ്കണത്തിൽ എത്തിച്ചേർന്നു. വെല്ലമ്പലം ജംഗ്ഷൻ, മാനവീയം റോഡ്, വാട്ടർ അതോറിറ്റി മ്യൂസിയം തുടങ്ങിയിടത്തെല്ലാം ഭക്തജനങ്ങൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും ഗതാഗതത്തിനു യാതൊരു തടസ്സവും ഉണ്ടാകാതെ ഭക്തജനങ്ങൾക്ക് രാവിലെ സ്പോട്ടിലെത്തുന്നതിന് സഹായകരമാം വിധം ട്രാഫിക് ക്രമീകരണങ്ങൾ നടത്തിയതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ഗണപതി സംഭാചലപതി തുമ്പിയുയർത്തുന്നു, സ്വാമി ജനത്തിന് ശൈലപദത്തിൽ സ്വാഗതമോതുന്നു, മോദമോദകമേകുന്നു വിനയുടെ ഹാര. രാവിലെ എത്തിയവർ പൊങ്കാലക്കായുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ പ്രാരംഭ തയ്യാറെടുപ്പുകൾ തുടങ്ങി. തേങ്ങ ചിരവുന്നതും പലഹാരങ്ങൾക്കുള്ള മാവ് കുഴക്കുന്നതും വെള്ളം സംഭരിക്കുന്നതും ഒക്കെയായുള്ള ക്രമീകരണങ്ങളിൽ മുഴുകി. അടിയന്റെ വിഘ്നങ്ങൾ മുഴുനാളികേരങ്ങൾ കടും ഭക്തി കരിങ്കല്ലിൽ ഉടയുന്നു. കലപിലക്കൂട്ടം എന്ന ഗ്രൂപ്പിലെ അംഗങ്ങളായവർക്ക് പ്രത്യേകിച്ച് ഒരു വൈബാണ് ഈ ഒത്തുചേരൽ. പബ്ലിക് ഓഫീസിലെ ജീവനക്കാരും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും പുറമെ നിരവധി പേർ പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ദിവസമാണ് ഇത്. ഇപ്രാവശ്യത്തെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഒരു പ്രത്യേക നന്ദി അറിയിക്കേണ്ടതുണ്ട്. പബ്ലിക് ഓഫീസിലെ വിവിധ വകുപ്പുകളിലെ, പ്രത്യേകിച്ച് പൊതുവിതരണ വകുപ്പിലെ ഡ്രൈവർ സഹോദരന്മാർ നടത്തിയ സേവനം അത്യന്തം പുണ്യകരവും മാതൃകാപരവുമാണ്. മുൻ വർഷങ്ങളിൽ പബ്ലിക് ഓഫീസ് അങ്കണത്തിൽ പൊങ്കാലയിട്ടിരുന്ന ഭക്തജനങ്ങൾ കുടിവെള്ളത്തിനും ഭക്ഷണത്തിനുമായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇത്തവണ ഇവരുടെ നേതൃത്വത്തിൽ കുടിവെള്ളം മുതൽ പ്രഭാത ഭക്ഷണം, ലഘുഭക്ഷണം, ചായ, ഉച്ചഭക്ഷണം, തണ്ണിമത്തൻ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയിരുന്നതും ഭക്തജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. പബ്ലിക് ഓഫീസിൽ പൊങ്കാലയിട്ടിരുന്നവർക്ക് മാത്രമല്ല, പുറത്തുനിന്നെത്തിയ അനേകം ഭക്തജനങ്ങൾക്കും ഈ സേവനം ഉപകാരപ്പെട്ടു എന്നത് ഏറെ സന്തോഷകരമാണ്. കാവിമുണ്ടും കറുത്ത ഷർട്ടും ധരിച്ചെത്തിയ ഇവർ പൊളി ലുക്കിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. ക്യാമറ കാണുമ്പോൾ പരിചയമുള്ളവർ സങ്കോചമേതും കൂടാതെ അവരവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ പോസ് ചെയ്തത് കൗതുകമായി. എല്ലാ പേരും മനോഹരമായ വേഷവിധാനത്തിൽ സുന്ദരികളായി തിളങ്ങി നിന്നു. കസവ് പിടിപ്പിച്ച കേരള സാരി, പട്ടുസാരി, പട്ടുപാവാടയുമൊക്കെയായിരുന്നു അധികം പേരും ധരിച്ചിരുന്നത്. വിനയുടെ ഹാരകനാകുന്നു പമ്പാ ഗണപതി സ്തംഭാചലപതി തുമ്പിയുയർത്തുന്നു. കൃത്യം 9:15 മണിക്ക് പൊങ്കാല അടുപ്പിൽ തീ പകർന്നു. മന്ത്രസ്വനം കേട്ടുണരും ദേവി സുപ്രഭാതം. ആറ്റുകാലമ്മേ നിൻ സത്പ്രസാദം
ചാർത്തുന്ന വിൺചക്രം ശോണാർദ്രം പാദസരത്തിൻ്റെ മന്ത്രസ്വനം കേട്ടുണരും ദേവി സുപ്രഭാതം. ആറ്റുകാലമ്മേ നിൻ സത്പ്രസാദം ചാർത്തുന്ന വിൺചക്രം ശോണാർദ്രം. ശരണം അംബികേ. സ്നേഹസ്വരൂപിണിയും ഇഷ്ടവരദായിനിയുമാണ് ആറ്റുകാലമ്മ. ആദിപരാശക്തിയായ പാർവതി ദേവിയുടെ അവതാരമാണ് കണ്ണകി എന്നാണ് വിശ്വാസം. തമിഴ് മഹാകാവ്യമായ ചിലപ്പതികാരത്തിലാണ് കണ്ണകിയുടെ കഥ പറയുന്നത്. അന്യായമായി വധിക്കപ്പെട്ട ഭർത്താവായ കോവലന്റെ നിരപരാധിത്വം തെളിയിച്ച കണ്ണകി നീതിക്കായി പൊരുതിയ ധീരസ്ത്രീയായി ചരിത്രത്തിൽ നിലകൊള്ളുന്നു. ഭർത്താവിനുണ്ടായ അനീതിയുടെ വേദനയിൽ അവൾ പാണ്ഡ്യരാജാവിനെയും മധുര നഗരത്തെയും ചുട്ടെരിച്ചുവെന്നാണ് പുരാണ കഥകൾ പറയുന്നത്. പിന്നീട് കിള്ളിയാർ തീരത്തെത്തി ക്ഷീണമകറ്റാൻ വിശ്രമിച്ച ദേവിയുടെ കോപം ശമിപ്പിക്കാൻ സ്ത്രീകൾ ഭക്തിപൂർവം പൊങ്കാല അർപ്പിച്ചു. ആ ഭക്തിയുടെ പാരമ്പര്യമാണ് ഇന്നും ലോകം കാണുന്ന മഹാഭക്തി സമുദ്രമായ ആറ്റുകാൽ പൊങ്കാല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് അമ്മയ്ക്കു മുന്നിൽ പൊങ്കാല അർപ്പിക്കുന്ന ഈ മഹോത്സവം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ശക്തി ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്ന അതുല്യമായ ദൃശ്യം. വെളിച്ചം ആറ്റുകാലം മേനി സാരാർത്ഥം പാദസരത്തിൻ്റെ മന്ത്രസ്വനം കേട്ടുണരും ദേവി സുപ്രഭാതം. ആറ്റുകാലം മേനിൻ സത്പ്രസാദം ചാർത്തുന്ന വിൺചക്രം ശോണാർദ്രം. ശരണം അംബികേ നീ മാത്രം. നിൻ ചരണം തേടും ശരണാർത്ഥ ഭക്തർക്ക് വിശ്വാസ ശുഭകേന്ദ്രം. നിൻ ചരണം തേടും ശരണാർത്ഥ ഭക്തർക്ക് വിശ്വാസ ശുഭകേന്ദ്രം. ശക്തി സ്വരൂപിണി നീയാത്മ ദേഹികൾക്കാനന്ദദാനേശം. ശക്തി സ്വരൂപിണി നീയാത്മ ദേഹികൾക്കാനന്ദദാനേശം. ആറ്റുകാലം മേനി അമരേശം. പാദസരത്തിൻ്റെ മന്ത്രസ്വനം കേട്ടുണരും ദേവി സുപ്രഭാതം. ആറ്റുകാലം മേനിൻ സത്പ്രസാദം ചാർത്തുന്ന വിൺചക്രം ശോണാർദ്രം. പാദസരത്തിൻ്റെ മന്ത്രസ്വനം കേട്ടുണരും ദേവി സുപ്രഭാതം. ആറ്റുകാലം മേനിൻ സത്പ്രസാദം ചാർത്തുന്ന വിൺചക്രം ശോണാർദ്രം. ശരണം അംബികേ നീ മാത്രം. പൊങ്കാല പൊങ്കാല ആറ്റുകാൽ പൊങ്കാല.